നിന്നെ ഇതാ നോം തിരഞ്ഞെടുത്തിരിക്കും. ഇന്നു മുതൽ നീ പ്രണയങ്ങൾ തുന്നി യോജിപ്പിക്കാൻ ഉടലെടുക്കപ്പെട്ടവനാണ്. എന്തിന്? അതൊക്കെ വഴി മനസ്സിലാക്കളൂ. ഇപ്പോ കേരളത്തിൽ പോയി അവിടെയുള്ള 4 പേര് മികച്ച ഒരാൾക്ക് ഒരു പങ്കാളിയെ കണ്ടെത്തി കൊടുക്കുക. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വത്സ, ആദ്യം നോം പറയുന്നത് ചെയ്യൂ, ബാക്കിയുള്ളതൊക്കെ വഴിയേ വരും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ NMH, which is not mutton halim. നമ്മൾ ഇന്ന് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് ഒരു അടിപൊളി ചലഞ്ച് വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. സോ നമ്മുടെ ഇന്നത്തെ ചലഞ്ചിലെ പാർട്ടിസിപ്പൻസ് ആനന്ദാസ്, അഫ്സൽ, റൊമാൻറ്റിക് ടോണി, ഫിൽഡില്ലാത്ത കണ്ടൻ. നിങ്ങൾക്ക് ഒരു ലൈൻ സെറ്റാക്കി തരാനുള്ള കഴിവൊന്നും എനിക്കില്ല, പക്ഷേ ഒരു ലൈൻ സെറ്റ് ആവാൻ മാത്രം നിങ്ങൾ പ്രാപ്തരാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ചലഞ്ച് ഇവിടെ ചെയ്തത്. അതെ ഗൈസ്, നമ്മളിന്ന് 4 റൗണ്ടുള്ള ഒരു ചലഞ്ച് വീഡിയോ ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പോയിന്റ് മേടിക്കുന്ന ആൾക്ക് നമ്മൾ ഇതാണ്ട് ബെസ്റ്റ് ലവർ അവാർഡ് കൊടുക്കുന്നതായിരിക്കും. ഫസ്റ്റ് ചലഞ്ചിലേക്ക് പോവല്ലേ? ഓക്കെ, 4 റൗണ്ട് ആയിരിക്കും. ഓരോ റൗണ്ടിലും ഏറ്റവും ബോറായിട്ട് ചലഞ്ച് ചെയ്യുന്ന ആൾക്ക് ഓരോ റൗണ്ടിലും അപ്പം തന്നെ പണിഷ്മെന്റ്സ് കിട്ടും. പക്ഷേ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന ആൾക്ക് ലാസ്റ്റിലെ ടോട്ടൽ പോയിന്റ് ആർക്കാണോ ഹൈ സ്കോർ ഉള്ളത് അയാൾക്ക് തന്നെ ഈ ട്രോഫി കിട്ടും, ബെസ്റ്റ് ലവർ അവാർഡ്. സോ ഫസ്റ്റ് റൗണ്ട് പിക്കപ്പ് ലൈൻ റൗണ്ട്. ഇതിൽ ഗൂഗിൾ നോക്കാൻ പാടില്ല. ഏറ്റവും നല്ല ആക്സെന്റിൽ ഏറ്റവും അടിപൊളിയായിട്ട് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്തിട്ട് പിക്കപ്പ് ലൈൻ പറയുന്ന ആരാണോ അയാൾക്കായിരിക്കും ടോപ്പ് സ്കോർ. ഏറ്റവും ബോറായിട്ട് പറയുന്ന ആൾക്ക് നല്ല കിടുക്കാച്ചി പണിഷ്മെന്റ് ഉണ്ടായിരിക്കും. ആ പണിഷ്മെന്റ് എന്താന്നുള്ളത് അയാൾ ബോറായിട്ട് ചെയ്യുമ്പോൾ മാത്രമേ പറയത്തുള്ളൂ. റെഡി ആണോ മച്ചമാരെ? ഓക്കെ, സോ ലെറ്റ്സ് സീ. സോ ഈ പിക്കപ്പ് ലൈൻ പ്രിപ്പയർ ചെയ്യാനുള്ള യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സോ ഒരു ഊള പിക്കപ്പ് ലൈൻ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും മനസ്സിലാവും, കാരണം ഗൂഗിളിലും ഇതിലൊക്കെ കേട്ടും എടുത്ത കുറെ പിക്കപ്പ് ലൈൻസ് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. സോ നമുക്ക് എടാ ഫസ്റ്റ് ആരാ വരുന്നേ? ലാസ്റ്റ് ആരാ വരുന്നേ? നീ ഫസ്റ്റ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് നമുക്ക് പെണ്ണില്ല കണ്ണന്റെ പിക്കപ്പ് ലൈൻ കേൾക്കാം. അപ്പോ റെഡി അല്ലേ? ഷെഡിലുണ്ട് കാറ്, മീൻകറിയിലുണ്ട് ചാറ്, നീയാണ് എന്റെ പ്യാര്. കേമോ എന്ന് പറഞ്ഞാ പോരാ, തോൽവിയുടെ പടുകുഴി. അപ്പൊ ഇനി ആനന്ദിന്റെ ആനന്ദ്, കമോൺ. ഞാൻ ഇത് എന്റേതല്ല, ഇത് ഞാൻ സിനിമയിൽ കട്ടെടുത്തതാ. അപ്പൊ ഞാൻ കുറുമ്പനാണ്. കുറുമ്പൻ കേക്കട്ടെ. പറയാൻ വേണ്ടി പറയാട്ടോ. ഫ്ലാറ്റ് ആക്കിയപ്പോ ഫ്ലാറ്റ് കൊണ്ട് പോയിരുന്നു. തുറന്നു പറയാലോ, ഞാനൊരു സ്ത്രീലമ്പടനാണ്. ഇനി അഫ്സലിന്റെ ടേൺ. So my dad is from Kollam. My dad is from my daddy. Oh daddy. Are you from between Trivandrum and Pathanamthitta? Cause നീ കൊള്ളാം. കൊല്ലം. What's that? ടോണി, come on. മാന്യ സദസ്സിനെ വന്ദനം. ഞാൻ വെള്ളമുണ്ട്, നീ മുണ്ടിന്റെ കര, നമ്മൾ രണ്ടും ചേർന്ന ലോകം മൊത്തം ഫ്ലാറ്റ്. ചേട്ടന് ഇതിനെ പറ്റി വലിയ ധാരണയില്ലല്ലോ. അതെന്താ, അതിനൊരു ക്ലാസ് ഒന്നും ഇല്ലല്ലോ. ചട്ടി വീണാൽ പൊട്ടി, കുരയ്ക്കുന്നത് പട്ടി, യു ആർ മൈ കുട്ടി. പിന്നെ കുഴപ്പമില്ല. പക്ഷെ ഇതൊക്കെ വൈറൽ സാധനല്ലേ? ഇത് ഞാൻ ഇപ്പൊ ഒട്ടും പ്രാസമില്ല. പോയിന്റ് കാണാന് ഇത് പിടിച്ചേ, ഞാൻ പണിഷ്മെന്റ് ആയിട്ട് വരാം. പിടിക്കടാ.
ഇല്ല കുഴപ്പമില്ല. 18+ ആവും. നിന്നിരുന്ന മുഖം നോക്കി ഞാൻ ലൈവ് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ. ആ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷേ ആ ലൈവിന്റെ ഇടയിൽ എനിക്ക് വാക്സ് ചലഞ്ച് വന്നപ്പോൾ എന്റെ വാക്സ് പറിച്ച മഹാനിൽ ഒരാളാണ് ഈവൻ. അപ്പൊ നമ്മുടെ പണിഷ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചാല് ഡോണി പറഞ്ഞ ആ പിക്കപ്പ് ലൈന് ഡോണി റിപ്പീറ്റ് ചെയ്യും. റിപ്പീറ്റ് ചെയ്യും. നീ പറ നോക്കട്ടെ. ഞാൻ വെള്ളമുണ്ട്, ഞാൻ വെള്ളമുണ്ട്, നീ മുണ്ടിന്റെ കര, നമ്മൾ രണ്ടും ചേർന്നാൽ മൊത്തം ഫ്ലാറ്റ്. ഓടി കരയില്ല. ഡോണി ക്യാമറയുടെ മുന്നിൽ കരയില്ല. ഡോണിക്ക് റൂമിൽ പോവാൻ 2 മിനിറ്റ് കൊടുക്കാല്ലേ. സോ നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് റൗണ്ട്. അടുത്ത റൗണ്ട് ആണ് സെറ്റിംഗ് അപ്പ് എ ഡൈനിങ് ടേബിൾ ഫോർ ഡേറ്റ്. ഹോസ്റ്റലിൽ അവൈലബിൾ ആയിട്ടുള്ള, നിങ്ങളുടെ റൂമിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങളൊരു ഡേറ്റിനുള്ള, ഒരു ഡിന്നർ ഡേറ്റിനുള്ള ടേബിൾ അറേഞ്ച് ചെയ്യുക. ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും ഹയസ്റ്റ് സ്കോർ. അതെ, നിങ്ങൾക്ക് ഇതിന് മൊത്തം ഒരു അരമണിക്കൂറുണ്ട്. ആ അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാധനം മേടിക്കാം, നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ കണ്ടെത്താം. അപ്പോൾ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഏറ്റവും അടിപൊളി തീമിൽ പ്രസന്റ് ചെയ്യുന്ന, ഏറ്റവും എക്സ്പ്രസീവ് ആയിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാർക്കാണ് നമ്മൾ ഇതിൽ ഹൈ സ്കോർ കൊടുക്കാൻ പോകുന്നത്. സോ ഇവിടെ ഏറ്റവും അടിപൊളിയായിട്ട് ആരെ ചെയ്യാന്ന് നമുക്ക് നോക്കാം. ഹലിയിൽ നിന്നിരിക്കുന്ന അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് റൊമാൻറ്റിക് ഡിന്നർ ഡേറ്റ് ആണ്. റൊമാൻറ്റിക് ഡേറ്റിന് ആവശ്യമായുള്ള സാധനങ്ങളുടെ ഭാഗമായിട്ട് ആദ്യമായിട്ട് ഞാൻ അലംബ്രൻസിന്റെ മുറിയിലെ കുപ്പിശേഖരണങ്ങൾ നോക്കാൻ പോകും. ഞാൻ റൂമിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കാത്തൊരു കാര്യം കേട്ടോ. റൂമിലൊരു ചെസ് ബോർഡ് ഇരിക്കുന്നുണ്ട്. ചെസ് ബോർഡ് വെച്ച് ചെസ് ഡേറ്റും ചെസ് കളിക്കുന്നുണ്ട്. ചെസ് ഡേറ്റ് പോലുള്ള സെറ്റ് ചെയ്താൽ നല്ലതായിരിക്കില്ലേ? എൻ്റെ മുറിയിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഞാൻ മാക്സിമം പറ്റുന്ന സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യുകയാണ്. പല മുറികളിലായിട്ട് പോയി തെണ്ടുകയാണ്. നമുക്ക് മാക്സിമം പുറത്തുപോയി സാധനങ്ങളൊന്നും വാങ്ങാതെ തന്നെ ഒരു ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്യാൻ. ഡിന്നർ ഡേറ്റ് എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർക്ക് കുറേ സങ്കല്പങ്ങളാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊക്കെ സങ്കല്പങ്ങളൊന്നുമില്ല. ഞാൻ പ്രപ്പ് ചെയ്തത് വളരെയധികം സിമ്പിൾ ആൻഡ് ഹംബിളായ രീതിയാണ്. ഞാനൊരു ഗെയിമർ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഗെയിമിംഗ് സെറ്റപ്പാണ് എൻ്റെ ടേബിളിൽ ഞാൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് എനിക്കൊരു നല്ല വൈൻ ബോട്ടിൽ തരാമല്ലോ പ്രസേ. വെള്ളം താഴെ നല്ല നോക്കി. അങ്ങനെ നമുക്കൊരു വൈൻ ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. ആ പൊട്ടന്മാരൊന്നും കഴിഞ്ഞിട്ടില്ല. ഡോണിയുടെയും എന്നെൻ്റെയും കണ്ണനതോ മൊട്ടയും ഡ്രസ്സൊക്കെ ഇടുന്നുണ്ട്. നമ്മൾ സാധാരണക്കാരാണ്, നമ്മൾ പച്ചയായിട്ട് നിൽക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഏത് ഡേറ്റിന് പോയാൽ ഇല്ലാത്തല്ല. പരിപാടി കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 10-30 മിനിറ്റായി. ഞാൻ 1 മിനിറ്റോടെ പരിപാടിയൊക്കെ തീർത്തു. അവിടെ ആൾക്കാരൊക്കെ ഇപ്പോൾ പണി ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഡേറ്റിന് മുമ്പ് എന്താണ് ഏറ്റവും കൂടുതൽ വേണ്ടത്? നമുക്ക് റിലാക്സ് ആയിട്ടുള്ള മൈൻഡല്ലേ, നമ്മൾ കാമായിട്ടിരിക്കണ്ടേ. എന്നാലും നമുക്ക് 2 സൗഹൃദങ്ങൾ തമ്മിൽ ഊട്ടിയുറപ്പിക്കാനും പിന്നെ എന്തൊക്കെയോ കാണിക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഗേൾഫ്രണ്ട് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് വലിയ ജങ്ക് ഫുഡൊന്നും വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് ഉള്ളത്. സോ നമുക്ക് ഒരു ലോട്ട് ഉണ്ടാക്കണം. ഒബ്ജക്ട്സിന്റെ പേര് എഴുതാം. ആ ഒബ്ജക്ട്സ് എന്താണോ അവർക്ക്, ആർക്കാണോ അതാത് ഒബ്ജക്റ്റ് കിട്ടുന്നത്, ആ ഒബ്ജക്റ്റിനെ ആയിരിക്കും അവരൊന്ന് ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. അവരുടെ ടൈം എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ലോട്ടും കൂടെ കൊടുത്തിട്ട് അവരെ കൊണ്ട് ഒരു നല്ല ഡിന്നർ ഡേറ്റ് സെറ്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, കമോൺ. ഓക്കെ, ഓരോരുത്തർ ഓരോ ലോട്ട് എടുത്തോ. ഓക്കെ, അപ്പോ ആർക്കാ 1 ആർക്കാ കിട്ടിയേ? ഫാൻ. ഓക്കെ, സോ നമ്മുടെ പെണ്ണില്ല കണ്ണൻ ഇന്ന് ഫാനിനെ ആയിരിക്കും ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫാനിന് വേണ്ടിയിട്ടുള്ള ഡിന്നർ ഡേറ്റ് ടേബിൾ ആണ് പെണ്ണില്ല കണ്ണൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഗേൾഫ്രണ്ട് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി ആയതുകൊണ്ട് തന്നെ നമ്പർ 2 ആരാ? എന്താണ്? ഓക്കെ, ഒരു ഹെൽമെറ്റ് കാമുകിയെ അറേഞ്ച് ചെയ്തിട്ട് വേഗം റൂമിൽ സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അടുത്താരാ? എന്താ 3? എന്താ ട്രൈപോഡ്? നിന്റെ ഏതാ? പില്ലോ. ഒരു തലേണയെ അങ്ങ് പോയിട്ട് ഡേറ്റിന് അറേഞ്ച് ചെയ്ത് വെക്കാം. കണ്ടിട്ട് ഇംപ്രസ് ആവില്ലെങ്കിലും കണ്ടിട്ട് നിങ്ങൾ കംഫർട്ടബിൾ ആവും. ഗേൾഫ്രണ്ട് ആക്കാൻ പറ്റില്ല. എല്ലാ ദിവസവും രാത്രി സോ 1 മിനിറ്റ് കൊണ്ട് നമുക്ക് അവരുടെ കാമുകിമാര് സെറ്റ് ആയിട്ട് അവർ ഡിന്നർ ഡേറ്റ് നിൽക്കുന്നത് നമുക്ക് കാണാം. സോ ഫസ്റ്റ് കണ്ണന്റെ റൂമിലേക്കാണ് കൊണ്ടുപോയേക്കാം. ഒരു ഡേറ്റ് ആകുമ്പോ ഇത്തിരി മെനക്കൊക്കെ പോണം. ഞാൻ ഇത്തിരി റൊമാൻറ്റിക്. ഓക്കെ, സോ കണ്ണൻ ഔട്ട്ഫിറ്റിന് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
സോ കണ്ണൻ ഫസ്റ്റ് തന്നെ ഒരു നല്ല ആംബിയൻസിന് വേണ്ടിയിട്ട് ഒരു പാട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യമായി ഫാനിന് സമ്മാനിച്ച പൂക്കളാണ്. ഒരു മാസം മുമ്പ് ഞാൻ എന്റെ ഫാനിന് സമ്മാനിച്ച പൂക്കളാണ്. അപ്പൊ ആ പൂക്കൾ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. നമ്മുടെ ഫാൻ ഡേറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇച്ചിരി റെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിക്കണം. ഓക്കെ, ഒരാൾക്കുള്ള പ്ലേറ്റ് അച്ചപ്പത്തിലൂടെ ചില്ലി ഫ്ലേക്സ് കൊടുക്കുന്ന ക്യാമറ അച്ചപ്പത്തിലൂടെ ചില്ലി ഫ്ലേക്സ് കൊടുത്തിട്ടുണ്ടാ ചില്ലി ഫ്ലേക്സ് കഴിക്കാനല്ല. മൈ ഫാമിലി ഈസ് ഹോട്ട്. ഇന്ത്യൻ ഭരണഘടന എന്തിനാണ് ഇതിനും ഞാൻ ഫാനി എന്നാണ്. ടേബിളിൽ ഒട്ടും സ്പേസ് ഇല്ല, ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടാണ് ടേബിൾ ഒരുക്കിയിട്ടുള്ളത്. പിന്നെ ഫുഡ് കഴിക്കാൻ കണ്ണന്റെ സൈഡിൽ മാത്രമായിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷെ ബട്ട് ഓവറോൾ ഗുഡ്. ആ കേറി വരുമ്പോഴുള്ള മ്യൂസിക് ആംബിയൻ പുഴുങ്ങാത്ത മുട്ട കൊടുക്കുന്നത്. ഓക്കെ ഡൺ. അപ്പൊ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിന് എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും? നീ ജെന്യൂൻ ആയിട്ടൊരു മാർക്ക് കൊടുക്കും 10. ഞാൻ കൂട്ടണ്ടെങ്കിൽ ഓക്കെ. നീ 14.2 ആണുള്ളത്. സോ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. അടുത്തത് നമുക്ക് അഫ്സലിന്റെ ഡിന്നർ ഡേറ്റ് ടേബിൾ സെറ്റപ്പ് ആണ്. അഫ്സലിന്റെ ഡേറ്റ് ആരായിരുന്നു? എന്റെ കൊല്ലംപേടിക്ക് വേണ്ടി. കൊല്ലംപേടി ആരാണ്? ഹെൽമെറ്റ് കുമാരി. ഹെൽമെറ്റ് കുമാരി. നമുക്ക് ഹെൽമെറ്റ് കുമാരിനെയും അഫ്സലിനെയും പരിചയപ്പെടാം. സോ നമുക്ക് ആ സെറ്റപ്പിലേക്ക് പോയാലോ? ഓക്കെ, ഇവിടെ ഭയങ്കര ഒരു നല്ല കാർഡൊക്കെ ഉണ്ട്. ഇത് എന്താ? നിങ്ങൾ ചെസ്സിലാണ്? ഓക്കെ. സോ ദിസ് ഈസ് കൊല്ലംപേടി നോ ടച്ചിങ്. ഓക്കെ, പിന്നെ ചെസ് ടീമിലാണ് ചെയ്തിരിക്കുന്നത്. ഓ നൈസ്. ക്വീൻ കാണിക്കാം. സോ ദിസ് ഈസ് ഗുഡ് അല്ലേ? നല്ല ടീമല്ലേ? ഭയങ്കര മിനിമൽ ആണ്. ലൈക്ക് ഒരു ചെസ് ടീമിൽ ചെയ്ത് രണ്ട് ബോബിൾ ഹെഡ് ക്യാരക്ടേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര മിനിമൽ ആയിട്ടുള്ള സാധനം. നല്ല ഒരു ഗ്രീറ്റിംഗ് കാർഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഫോർ മൈ കൊല്ലം ബാഡി. ഓ പൂക്കി തന്നെ കൊള്ളാം. നല്ല ആംബിയൻസ് ആണ്. ഇതിന് എത്ര മാർക്ക് കൊടുക്കും? ഡോണി എത്ര കൊടുക്കും? 7. ഡോണി 7. നീ എത്ര കൊടുക്കും? 7.5. ഓക്കെ 21.5 അഫ്സൽ ഇപ്പോൾ കണ്ണനേക്കാൾ എന്തായാലും മേലെയാണ്. സോ ജെന്യൂൻ ആയിട്ടുള്ള മാർക്ക് ഉണ്ട്. നിങ്ങൾ ജെന്യൂൻ ആയിട്ടുണ്ട്. സോ അടുത്തത് നമ്മൾ റൊമാൻറ്റിക് ഡോണിയുടെ റൂമാണ് നോക്കാൻ പോകുന്നത്. ടു കൺട്രീസ് സിനിമയിലും മറ്റേ പട്ടുപാവാട ഫ്രെയിം ചെയ്ത് വെക്കില്ല അതുപോലോട്ട്. വാ എന്തോന്നാ ഇത്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു പോളറൈഡ് ഫോട്ടോ ആണ്. ഞാൻ എന്റെ കൊച്ചുമക്കളുടെ പ്രൈവറ്റ് പോളറൈഡ് ഫോട്ടോ കാണിക്കാൻ പറ്റും. ഇറ്റ്സ് എ ഗിഫ്റ്റ്. ഇത് അവർക്ക് വേൾഡ്സ് ബെസ്റ്റ് ലവർ അവാർഡ്. ഇതും അതുപോലെ ഹാരി പോട്ടർ തീമിലായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് കൊടുക്കാൻ വേണ്ടി. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ പ്ലേറ്റിന്റെ ആവശ്യമില്ല. സോ ഡോണി എല്ലാം മെൻഷൻ ചെയ്തു. ട്രൈപോഡ് മോളെ മാത്രമേ ഇതുവരെ കാണിച്ചില്ല. ഡേറ്റിനെ ഒന്നും കൊച്ചിനെ പരിചയപ്പെടുത്തിയില്ല. എന്റെ ട്രൈപോഡ് മോൾ ഇൻഡിപെൻഡന്റ്. ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട. എന്നാ നീ പറ. നമുക്ക് നേരെ മാർക്കിങ്ങിലോട്ട് പോവാം. നമ്മുടെ ക്യാമറയുടെ ചാർജ് കഴിഞ്ഞു. ജെന്യൂൻ ആയിട്ട് ഞാൻ ഒരു ഇത്രയും ചെയ്തല്ലേ ഒരു 6 മാർക്ക്. 6.2. 3.5. ഇത് പേഴ്സണൽ ദിസ് ഈസ് കംപ്ലീറ്റ് പേഴ്സണൽ വെജിറ്റൻസ്. 15 നിനക്ക് 14. ലാസ്റ്റ് ഞാൻ ആരുടെ റൂം നോക്കിയത്? ഡേറ്റ് ആരായിരുന്നു? തലയണ. അവസാനം ഒരു അമ്പലോ ചവിട്ടിട്ട് കയറാം. എവിടെ ടേബിൾ? എവിടെ? ഇതാണ് ടേബിൾ. അല്ല ഡേറ്റിന്റെ ടേബിൾ എവിടെ? ഇതാണ് ടേബിൾ. അല്ല എടാ ടാസ്കിന്റെ സാധനം ഇല്ലേ ഡേറ്റ് ടേബിൾ? അതെ അത് ഇത് തന്നെ. ഇതിൽ നീ എഫേർട്ടുകളൊക്കെ ഒന്ന് കാണിച്ചാൽ ഡിസ്ക്രിപ്ഷൻ കാണിച്ചു. ഡിസ്ക്രൈബ്. ഞാൻ ബേസിക്കലി ഒരു ഗെയിമറാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്
അപ്പോൾ ഞങ്ങൾ ഗെയിമിംഗ് ഒരു ഡേറ്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ തലയാള ബേബിയായിട്ട് കാണാം. ഞാൻ രാജ്ഞിയെ പോലെയാണ്, തലയിൽ ക്രൗണൊക്കെ കണ്ടു. രണ്ട് പഴം. ഈ പഴം ഞങ്ങൾക്ക് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളിച്ച് ക്ഷീണിക്കുമ്പോൾ ചെയ്യാനുള്ളത്. ബാക്കിയുള്ള കമന്റ്സ് ഒന്നും നിങ്ങൾ കേൾക്കണം. മെയിൻലി എന്റെ ലാപ്പാണ് എന്റെ ഏറ്റവും വലിയ അസറ്റും സെറ്റപ്പും. ഞാൻ പക്ഷെ കളിച്ച് മടുക്കുമ്പോൾ, അതായത് ഗെയിമിന്റെ ലോകത്ത് നിന്ന് ഞങ്ങൾ കൃഷ്ണന്റെ ലോകത്തേക്കും പിന്നെ മഹാഭാരതത്തിലേക്കൊക്കെയാണ് പോകുന്നത്. ഏത് അതില് കൃഷ്ണനും രാധയും പിന്നെ മറ്റു തോഴിമാരുമാണ് എന്താണ് നമ്മുടെ പ്രേമത്തിന്റെ ഏറ്റവും വലിയ മകുടോദാഹരണം. അപ്പോൾ മകുടോദാഹരണം ഇതിലേക്ക് എത്തി കൊടുക്കാനാണ്. ഇത് ഒന്നുമില്ല ഇതില് ഞാൻ സിൻസിയർലി 3 ബേസിക് ആയിട്ടുള്ള ഡേറ്റ് പ്രോപ്പർട്ടീസ് ഒന്നുമില്ല. ലാപ്ടോപ്പ്, 2 പാട്ട്, ധോണിയുടെ മുറി അടിച്ച പഴം. അതെ, പക്ഷെ അവന്റെ പ്രസന്റേഷൻ നല്ലതായിരുന്നു. 5 5 4 9 3 12. ഇതുവരെയുള്ള ഡേറ്റ് ടേബിൾ സെറ്റപ്പില് ഒട്ടും എഫേർട്ട് ഇടാത്ത ഒരു സെറ്റപ്പ് ആണിത്. അപ്പൊ നമുക്ക് എന്തായാലും പണിഷ്മെന്റിലേക്ക് കിടക്കാം അല്ലേ? വേറെ വഴിയില്ലല്ലോ. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ പണിഷ്മെന്റ് വേറെ ഒന്നുമില്ല. പണിഷ്മെന്റ് ഇത്രേ ഉള്ളൂ. ഫോൺ എടുക്കുക, ഇൻസ്റ്റഗ്രാം എടുക്കുക, ഒരു സ്റ്റോറി ഇടുക. ഞാൻ ഇവിടെ ഡേറ്റ് സെറ്റപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് വാലന്റൈൻ ആയിട്ട് വരാൻ ആർക്കും താല്പര്യമുണ്ട്. അത്രേ ഉള്ളൂ. അത് മുഖം കാണിക്കണേ. നിന്റെ മുഖം കാണിക്കണം. വീഡിയോ ഉൾപ്പെടെയാണ് വീഡിയോ കണ്ടിട്ടുണ്ട്. ഇന്ന് ഫെബ്രുവരി 14 ഞാൻ ഡേറ്റിംഗ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് എന്റെ റൂമില്. അപ്പോ എന്നെ ഇവിടെ ഇരിക്കാൻ താല്പര്യപ്പെടാം എല്ലാ കുട്ടികളും പെൺകുട്ടി മാത്രം വരാവുന്നതാണ്. ഞാൻ ഇവിടെ ഉണ്ടാവും. അടുത്ത ടാസ്ക് പ്രപ്പോസൽ ടാസ്ക് ആണ്. നിങ്ങൾ നിങ്ങളുടെ ഡേറ്റിനെ കൊണ്ടുവരിക. 2 മിനിറ്റ് സമയം തരും. ഡേറ്റിനെ നിങ്ങള് കാലിലെ മണ്ണൊലിച്ചു പോയ സമയത്താണ് നീ തീർത്തി കയറി വന്നത്. ആങ്കറായിട്ട് പിടിച്ചിരിക്കാൻ ഹോപ്പ് ജീവിതം മുഴുവൻ കാലം ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുക. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സർവമായി പറയുന്നത് പോലെ ലവ് ഈസ് നോട്ട് ഫിസിക്കൽ ബട്ട് ഐ ക്യാൻ ഫീൽ. എന്നും രാവിലെയും രാത്രിയും ഒക്കെ നീ എനിക്ക് കാറ്റായി നിന്നെ അറിയാൻ സഹായിക്കുന്നു. ഇത്രയും നാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ നിനക്ക് പുതിയ സമ്മാനം. എൻ്റെ വാലന്റൈൻ ആയിട്ടുള്ള നിനക്ക് നിൻ്റെ കൂടെ ഈ വാലന്റൈൻസ് ഡേയിൽ ഒരു ഡാൻസ്, കൂടെ ഒരു പാട്ട് എല്ലാം കൂടെ സമ്മാനിക്കാനാണ് എനിക്ക് താല്പര്യം. तेरे लिए है जिया मैं किसको जो यूं ले लिया मैं तेरे वफा रे मुझको दीवाना तेरी वफा से लगाया എൻ്റെ ഫാമിലി എന്നോട് ഐ ലവ് യു. ടൈം സ്റ്റാർട്ട്സ് നൗ. ഈ മഴയത്ത് ഇഷ്ടമാണ് ഒരുപാട്. കളിക്കാൻ ഡാൻസും പാട്ടൊന്നും അറിയില്ല, പക്ഷേ സ്നേഹം മാത്രമേ ഉള്ളൂ തരാനും അറിയാനും. ഇതിനെപ്പറ്റി അധികം പറയാനും അറിയില്ല. എപ്പോഴും നമ്മളെ പ്രണയത്തിൽ ഈ കൊട പോലെ അല്ലെങ്കിൽ ഈ ഹെൽമെറ്റ് പോലെ എല്ലാത്തിനും കൂടെ ഉണ്ടാവും എന്നുള്ളൊരു സ്ഥലത്ത് മാത്രമേ പറയാനുള്ളൂ. എന്ന് ചോദിക്കാനും ഈ വാലന്റൈൻസ് ഡേക്കും അടുത്ത വാലന്റൈൻസ് ഡേക്കും ഇനി വരാൻ പോകുന്ന എല്ലാ വാലന്റൈൻസ് ഡേക്കും എന്റെ കൂടെ ഉണ്ടാവണം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓർമ്മയിലായി. എനിക്ക് അധികം ഒന്നും പറയാറില്ല. ഒരു പച്ച മനുഷ്യനാണെന്നറിയാലോ. ഇത് സ്വർണ്ണമൊന്നുമല്ല, പക്ഷെ ഇതിൽ എൻ്റെ സ്നേഹമുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു പാട്ട് പാടിത്തരാം. കാളിദാസനാകുമിൻ രാഗഗീതമേ ദേവിദാസനാകുമിൻ രാഗഗീതമേ തൊടികളിൽ തേക്കണം ഏന്തിടും പെൺകിളി നീയില്ലെങ്കിൽ
ഞാൻ ഏകനായി എന്തേ മൗനം മാത്രം നീലവാനത്തോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ നീലവാനത്തോലയിടുന്ന ചന്ദ്രികേ. പെണ്ണില്ല കണ്ണന് നമുക്ക് നല്ല ടാസ്ക് തന്നെ കൊടുക്കാം. അമ്മേനെ വിളിച്ചിട്ട് വാലന്റൈൻസ് ഡേക്ക് പെണ്ണിനെ സെറ്റാക്കാൻ ഒരു ടിപ്പ് ചോദിക്കും. അമ്മ സീരിയസ് ആയിട്ട് എടുക്കും ഇതൊക്കെ. ഇല്ല, ചുമ്മാ അമ്മേനെ വിളിച്ചിട്ട് അമ്മ വാലന്റൈൻസ് ഡേ ആയിട്ട് എനിക്ക് എന്തെങ്കിലും ടിപ്പ് താ. അമ്മക്ക് മനസ്സിലാവില്ല, സത്യമായിട്ട് മനസ്സിലാവില്ല. ഓക്കെ, വാലന്റൈൻസ് ഡേ ആണല്ലോ, പ്രണയദിനാണല്ലോ, അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു തരുമോ? ചുമ്മാ ചോദിച്ചേക്ക്. കൂടിയതൊക്കെ പറയണേ. ഓക്കെ, എന്നാ കുക്കുനോട് കുക്കുന്റെ ഫ്രണ്ടിനെ ആരെങ്കിലും സെറ്റ് ആക്കി തരുമോ? അതെ, വാലന്റൈൻസ് ഡേ ആയിട്ട് എന്താ പരിപാടി? തിന്ന്. പിന്നെ എന്റെ കൂടെ ഒരു കൂട്ടുകാരി ഉണ്ടല്ലോ, ഞാൻ ഫോട്ടോ അയച്ചു ഒരു കൂട്ടുകാരി. ആ കൂട്ടുകാരിയുടെ അടുത്ത് പറയാം എനിക്ക് അവളെ ഇഷ്ടമാണെന്ന്. ഏയ്, നീ പോയി പറ. അതോ ഞാൻ നേരിട്ട് മെസ്സേജ് അയക്കണോ? ഓക്കെ, ബൈ. ഓക്കെ, സോ ലാസ്റ്റ് ടാസ്ക് വേറൊന്നുമല്ല. ഇപ്പൊ ഇവര് ഒരു ഡേറ്റ് സെറ്റ് ചെയ്തു, ഒരു നല്ല ഡേറ്റ് സെറ്റ് ചെയ്തു. കുറെ പേര് ഭയങ്കര ഊളയായിട്ട് ഡേറ്റ്. സപ്പോസ് ഇവര് ഈ ഒരു ഇപ്പൊ ഇവര് ഇഷ്ടപ്പെട്ട ഈ ഒരു ഡേറ്റിനെ, ലൈക്ക് ഊർമിളനെ മറ്റേ ട്രൈപോഡ് മോളിനെയൊക്കെ ഇഷ്ടപ്പെട്ട ഇവര് എങ്ങനെ ഒരു ബ്രേക്കപ്പ് ചെയ്യും എന്നുള്ളത് നോക്കാം. സോ ലാസ്റ്റ് ടാസ്ക് ബ്രേക്കപ്പ് ചലഞ്ച് ആണ്. ഊർമിള, നീ ആ മരം കണ്ടോ? നമ്മൾ തുടങ്ങിയപ്പോൾ, അതായത് നമ്മളെ പ്രേമം തുടങ്ങിയപ്പോൾ ആ മരം പോലെയാണ് പൂവൊക്കെ തളർത്ത് ഇങ്ങനെ എന്ത് രസമാണ് കാണാൻ. പക്ഷെ ഇപ്പൊ കണ്ടോ, ആ മരം പോലെ വാടി ചൊക്കിച്ചുളിഞ്ഞ് ഒരു മൂടില്ല. അതുകൊണ്ട് നമ്മൾ ബ്രേക്കപ്പ് ആണാണ് എനിക്ക് നിനക്ക് നല്ലത്. നമുക്ക് രണ്ട് ജീവിതത്തിലേക്ക് മുന്നേറാം. ബ്രേക്കപ്പ് എങ്ങനെ പറയണ്ടെന്ന് അറിയില്ല. സപ്പോസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എല്ലാ വാലന്റൈൻസ് ഡേക്കും നിന്റെ ഒപ്പം ഉണ്ടാവും. അങ്ങനെ അത് തോന്നിയത്. പക്ഷേ ഞാൻ ഹാപ്പി ആയിരുന്നു. ഞാൻ ഫസ്റ്റ് എല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷേ കുറെ നാൾ കഴിഞ്ഞപ്പോ ഭയങ്കര ഒറ്റപ്പെടുന്നു തൊട്ട് പല സമയത്ത്. ഇതിന്റെ നിന്നെ ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച്, എനിക്കറിയില്ല, നീ നല്ല കുട്ടിയാണ്, എല്ലാം. അതാണ് ഇത്രയും പിരിയാൻ ഇത്രയും പാടും പറയാൻ തന്നെ ഞാൻ കുറെ നാൾ കാത്തിരുന്നു. എനിക്ക് പിരിയുക, റിലേഷൻ, നല്ല കൂട്ടുകാരായിരിക്കും. ഓൾ ദ ബെസ്റ്റ്. ഒന്നും നമ്മൾ അറിഞ്ഞിട്ടുണ്ടോന്നല്ല തുടങ്ങിയത്. കാരണം നമുക്കും അറിയാം, എനിക്കും അറിയാം നമ്മൾ എവിടെയാണെന്നുള്ള സാധനം. പക്ഷെ നമ്മൾ പ്രണയിച്ചോ എന്നുള്ളത് നമുക്ക് മാത്രം അറിയാന്നുള്ള സാധനമാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കിടയിൽ കുറെ മെമ്മറീസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പം നിനക്കായാലും എനിക്കായാലും ഈ നമ്മുടെ പഠിത്തം എല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു സമയം എത്തി. നമ്മൾ അന്ന് തുടങ്ങിയപ്പോഴും പറഞ്ഞിരുന്ന സാധനമാണ് എന്നായാലും ആ ഒരു ദിവസം വരും. പക്ഷെ ഒന്നും വിഷമമുണ്ട്. പക്ഷെ മനസ്സിലാക്കണം, ഇവിടെ പിരിയുന്നില്ല നമ്മൾ. പക്ഷെ ഈ സമൂഹം മൊത്തം നമ്മൾ പിരിക്കുകയാണ്. ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. കുറച്ച് അധികം നാളെ ഞാൻ പറയണമെന്ന് കരുതി. പക്ഷെ പറയാൻ ധൈര്യം വരുന്നത് നേരിട്ട് ഇന്നലെ കൂടെ കണ്ടതാ. പക്ഷെ എപ്പോഴും പറയാൻ പറ്റുന്നുണ്ടായില്ല. എനിക്ക് പറയാനുള്ള ധൈര്യവും ഇല്ല. എനിക്കറിയാലോ അമ്മ എങ്ങനെ തുടങ്ങിയത്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് എനിക്ക് പിടിച്ചു നിൽക്കാൻ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. ഏറ്റവും എനിക്ക് വൾണറബിൾ ആവാൻ പറ്റിയിരുന്ന, എനിക്ക് സംസാരിക്കാൻ പറ്റിയിരുന്ന ഒരു
ഒരു പ്രശ്നം തുറന്നു വന്ന് പറയാൻ പറ്റിയിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ അടുത്ത സുഹൃത്തുക്കളാണെന്ന് പോലും എനിക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. എൻ്റെ വിശേഷങ്ങൾ എന്നോട് പറയാറില്ല. എൻ്റെ വിശേഷങ്ങൾ എന്നോട് പറയാൻ ഉള്ളത് സ്പേസ് ഇപ്പോൾ ഉള്ളതുപോലെ പോലും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് നിന്റെ ഇരിക്കാൻ ഞാനായിട്ടിരിക്കാനായിട്ട് ഇപ്പൊ പറ്റുന്നില്ല. എല്ലാം മറച്ച് പറയാനുള്ള ഒരു അവസരം പോലും കിട്ടുന്നില്ല. എനിക്ക് പലപ്പോഴും ഒറ്റയായി പോകുന്ന പോലും ഉണ്ടോ, ഒറ്റക്കാരന് മതിയെന്ന് വരെ തോന്നിപ്പോകുന്ന എനിക്ക് ഇനി അങ്ങനെ എന്നെ കാണാൻ പറ്റില്ല. ഇപ്പോൾ ഉള്ള സ്നേഹം അങ്ങനെ തന്നെ നിൽക്കണമെങ്കിൽ പിരിയുന്ന നല്ലത് എന്നാണ് എനിക്ക് അങ്ങനെ ഇല്ലാണ്ട് എങ്ങനെയാ മുമ്പോട്ട് പോകാന്ന് പോലും അറിയത്തില്ല. നീ ഇത് അങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല. ഞാൻ ചിലപ്പോൾ നാളെ തിരിച്ചു വിളിച്ചെന്ന് എനിക്കറിയില്ല എന്താ സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ പിരിയാനാണ് ഞാൻ എൻ്റെ തീരുമാനം. ഒരു 10 മിനിറ്റിന്റെ വീഡിയോ ആണ് പ്ലാൻ ചെയ്തത്. ഇവന്മാരോട് 30 സെക്കൻഡിൽ നിർത്തുമെന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് എടുക്കുള്ളൂ, 1 മിനിറ്റിൽ നിർത്തുമെന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് എടുക്കും. ഇങ്ങനെ ഒരുപാട് ഇത് അത്യാവശ്യം ലോങ് ആയിരിക്കുന്ന തോന്നുന്നത്. പക്ഷെ മാക്സിമം കട്ട് ചെയ്യാൻ നോക്കാം, മാക്സിമം സ്പീഡ് കൂട്ടാൻ നോക്കാം. ക്യൂപ്പിഡായിട്ട് വന്നിട്ട് ഞാൻ ഭയങ്കര ഈവിലായിട്ടാണ് ഞാൻ പെർഫോം ചെയ്തത്. ഒരുപാട് കൂടെ ചലഞ്ചസ് ഒക്കെ കൊടുത്തിട്ട് ഭയങ്കര പണിഷ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് ഞാൻ ഭയങ്കര ഇതാക്കി. ഇവന്മാർ ഇതിന് സപ്പോർട്ട് ചെയ്തു. സോ താങ്ക് യു ഗൈസ് ഫോർ ദാറ്റ്. എന്റെ അനിയത്തിയുടെ കൂട്ടുകാരിയുടെ അടുത്ത് ഒരു താങ്ക് യു പറ. അടുത്ത് താങ്ക് യു. അപ്പൊ അങ്ങനെ ഇനി ഇല്ല, ആക്ച്വലി ഇത് എല്ലാവരും അവരവരുടെ ഒരു നല്ല പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കിതിൽ ഒരു പ്രത്യേകിച്ച് ഒരു ജൂറി പറയാൻ തോന്നി. കാരണം എല്ലാവരും അവനവൻ്റെ ഒരു ഇമോഷൻ എങ്ങനെയാണോ പുറത്ത് കാണിക്കുന്നത് ആ ഒരു സാധനത്തിലാണ് ഒരു ബ്രേക്കപ്പ് സ്പീച്ച് കൊടുത്തത്. അങ്ങനെ ഒരു നല്ല റിലേഷൻ കിട്ടട്ടെ, അതിലൊരു ബ്രേക്കപ്പ് സ്പീച്ച് വരാണ്ടിരിക്കട്ടെ എന്ന് നമുക്ക് ഇവരോടൊക്കെ ആശംസിക്കുന്നു. അതിൻ്റെ കൂടെ ഇതിലുള്ള വിന്നർ ഇതിലുള്ള വിന്നർ നമുക്ക് ആരായിരുന്നു? ധോണി. ഓഫ് കോഴ്സ് അത് ധോണി ആയിരുന്നു. അഭിനയ സിംഹം നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു, നല്ല ഇമോഷണൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ നോക്കുമ്പോൾ ഇവിടുത്തെ സ്കോർ എങ്ങനെ നിൽക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ഓരോരോ ഗെയിമിലെ ടോപ്പ് ഹൈ സ്കോർ മേടിച്ച ആളാണ്. നമ്മൾ സെക്കൻഡും തേർഡും കഴിഞ്ഞ കളി പറഞ്ഞില്ല. മാർക്കിനെ ഞാൻ ഇതിൽ ജൂറിയായിട്ട് ഞാൻ നോക്കിയത് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഹെൽത്തി ആയിട്ട് ബ്രേക്കപ്പ് ചെയ്യുന്ന ഒരാളെ സെലക്ട് ചെയ്യാന്നുള്ള സെറ്റപ്പിലായിരുന്നു. ഏറ്റവും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന, നന്നായിട്ട് അഭിനയിക്കുന്ന, ലൈക്ക് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്ത് പറയുന്ന ഒരാളെ ചെയ്യാനായിരുന്നു. അപ്പോൾ എനിക്കത് ഫീൽ ചെയ്തത് സെക്കൻഡായിട്ട് അത് ഹെൽത്തി ആയിട്ട് ചെയ്ത പോലെ, ലൈക്ക് എല്ലാവരും ഹെൽത്തി ആയിട്ട് നല്ല രീതിയിൽ ചെയ്തത്. ഇതിൽ ടോക്സിക് ആയിട്ടുള്ള ആൾക്ക് പണിഷ്മെൻറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ആരും ടോക്സിക് അല്ലായിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തു. ഓൾമോസ്റ്റ് എല്ലാവരും നല്ലൊരു ഹെൽത്തി സാധനം ചെയ്തത്. സോ എനിക്കുള്ളതിൽ കുറച്ചുകൂടെ ബെറ്ററായി ഫീൽ ചെയ്തത് അഫ്സലിൻ്റെ ഒരു ഇതായിരുന്നു. കൈ അടിച്ചു ഒന്ന് പറഞ്ഞിരിക്കും. അഫ്സൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് ചെയ്തത്. ധോണി അതിന് ഭയങ്കര നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. ധോണി അഫ്സൽ എന്നുള്ളത്. അപ്പോൾ അഫ്സലിന് സെക്കൻഡ് കിട്ടുമ്പോൾ ഓവറോളിൽ അഫ്സൽ ഓട്ടോമാറ്റിക്കലി, പക്ഷേ എല്ലാവരും നല്ലൊരു ലവേഴ്സ് ആണ് എന്നുള്ളത് തെളിയിച്ചു. ഓവറോൾ ചാമ്പ്യൻ ഫോർ ദിസ് വീഡിയോ എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് ഒരു ബെസ്റ്റ് ലവർ അവാർഡ് നമുക്ക് നമ്മുടെ അഫ്സലിന് കൈമാറാം. ഈ പണിഷ്മെന്റ് മേടിക്കാത്ത ആളും അഫ്സലാണ്. അപ്പൊ എങ്ങനെ പോയാലും ഒരു ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നോക്കി കഴിഞ്ഞാൽ അഫ്സലാണ് ഇത് കൊണ്ടുപോയത്. സോ ഈ വാലന്റൈൻസ് ഡേ സ്പെഷ്യലിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സോ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ടിങ് 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 അടിക്കുക. സോ ദിസ് ഈസ് നോട്ട് മട്ടൻ ഹലീം സൈനിങ് ഓഫ് വിത്ത് മൈ ബഡീസ് ആൻഡ് ബൈ ബൈ.